മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ന് നമ്മൾ സന്ദേശങ്ങൾ 4-ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ വളരെ സാധാരണമായിട്ട് കേൾക്കുന്ന വാക്കാണ് മൂല്യാധിഷ്ഠിതം. മൂല്യാധിഷ്ഠിത ജീവിതം, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം, മൂല്യാധിഷ്ഠിത വ്യവഹാരം, മൂല്യാധിഷ്ഠിത സന്ദേശം. എന്താ ഈ മൂല്യാധിഷ്ഠിതം എന്ന് പറഞ്ഞാൽ? ഒരു വരി നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ മൂല്യാധിഷ്ഠിതം എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ എളുപ്പത്തിൽ സാധിക്കും. മനസ്സിന്, ശരീരത്തിന്, കുടുംബത്തിന്, സമൂഹത്തിന്, രാഷ്ട്രത്തിന്, മാനവരാശിക്കും അതുപോലെ പ്രകൃതിക്കും. മനസ്സ്, ശരീരം, കുടുംബം, സമൂഹം, രാഷ്ട്രം, പ്രകൃതി, ഇവയ്ക്ക് സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്തുന്ന എല്ലാ കാര്യങ്ങളും മൂല്യാധിഷ്ഠിതം എന്ന വാക്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അടുത്ത സന്ദേശം കർമ്മ തെറപ്പി. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. എന്താ കർമ്മ തെറപ്പി? ധാരാളം തരത്തിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ, തെറപ്പികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കർമ്മ തെറപ്പി എന്നുള്ള വാക്ക് എനിക്ക് തോന്നുന്നു ഞാനാണ് ആദ്യമായിട്ട് പ്രയോഗിച്ചത്. അതിനൊരർത്ഥമുണ്ട്, അതിലൊരു ഉദ്ദേശമുണ്ട്, ലക്ഷ്യമുണ്ട്, സന്ദേശമുണ്ട്. നമ്മൾ ജീവിതത്തിൽ വെറുതെ ഇരിക്കുന്ന സമയത്താണ്, മടി പിടിച്ചിരിക്കുന്ന സമയത്താണ്, പലതും വേണ്ടതും വേണ്ടാത്തതും ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ശരീരവും മനസ്സും തളരുന്നത്. അതേ സമയത്ത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശരീരത്തിന് വേദന ഉണ്ടാവില്ല, മനസ്സിന് തളർച്ച ഉണ്ടാവില്ല. ശരിക്ക് വളരെ എനർജറ്റിക് ആയിട്ട് നമുക്ക് ജീവിതത്തിൽ നിലനിൽക്കാൻ സാധിക്കും. അപ്പോൾ ഐഡിൽ മൈൻഡ് ഈസ് ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന പോലെ നമ്മൾ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഏത് തരം രോഗത്തിനും ഏറ്റവും ഉജ്ജ്വലമായ ചികിത്സ എന്ന് പറയുന്നത് നിരന്തരം നമ്മൾ കർമ്മനിരതരായിക്കൊണ്ടിരിക്കുക. അതാണ് കർമ്മ തെറപ്പി എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ സന്ദേശം 33 കോടി ദേവന്മാര് എന്ന വാക്കിൻ്റെ അർത്ഥമാണ്. ദേവത എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നന്മ നിറഞ്ഞത്. ഈശ്വരൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഐശ്വര്യത്തിന് കാരണമായത്. ഭഗവാൻ എന്ന വാക്കിൻ്റെ അർത്ഥം കർമ്മബലം അനുഭവിപ്പിക്കാൻ യോഗ്യതയുണ്ടാക്കുന്ന ശക്തി എന്നൊക്കെയാണ്. അപ്പോൾ 33 കോടി ദേവന്മാരെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ജനറലി 1/3 ഭാഗം ദൈവീകമായ ക്വാളിറ്റി ഉണ്ട്, 1/3 ഭാഗം ആസുരീകമായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട്, 1/3 ഭാഗം മാനുഷികമായിട്ടുള്ള ദൗർബല്യങ്ങളുണ്ട്. ഈ കോടി എന്ന വാക്കിൻ്റെ അർത്ഥം കോർണർ, പാർട്ട്, പെർസെൻറ്റേജ്, ഷെയർ എന്നെല്ലാമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ധനുഷ്കോടി. ധനുഷ്കോടി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഒരു കോർണർ എന്നാണ് അതിൻ്റെ അർത്ഥം. പഴയ വീടുകളിൽ വിറക് സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലത്തിന് പേരുണ്ട്, വിറക് കോടി എന്ന് പറയും അതിന്. ഇപ്പം കോടി എന്ന് പറഞ്ഞാൽ കോർണർ, ഷെയർ, പാർട്ട് എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പം 33 കോടി എന്ന വാക്കിൻ്റെ അർത്ഥം 1/3 ഭാഗം നമ്മളിൽ ഈശ്വരീയ അംശങ്ങൾ നിറഞ്ഞിരിക്കുന്നു, 1/3 ഭാഗം നമ്മളിൽ തന്നെ ആസുരീകത നിറഞ്ഞിരിക്കുന്നു. രാവണൻ സീതയെ അപഹരിച്ചുകൊണ്ട് പോകുമ്പോൾ സീതയോട് രാവണൻ പറയുന്ന ഒരു വരിയുണ്ട്, ഞാൻ 33 കോടി രാക്ഷസന്മാരുടെ രാജാവാണ് എന്ന്. അപ്പോൾ 33 കോടി ദേവന്മാര്, 33 കോടി രാക്ഷസന്മാര്, ഈ കുരങ്ങന്മാര്, ഹനുമാൻ, ജാമ്പവാൻ, ഇവരെല്ലാം ഭരദ്വാജ ആശ്രമത്തിലേക്ക് തിരിച്ച് രാമൻ്റെ കൂട്ടത്തിൽ എത്തിയപ്പോൾ ശ്രീരാമൻ ഇവരോട് എല്ലാവരോടും പറയുന്നു, ഇപ്പം നിങ്ങൾ അടുക്കും ചിട്ടയോടും കൂടി ജീവിക്കാൻ പഠിച്ചു, കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചതുകൊണ്ട് ഇനി മുതൽക്ക് നിങ്ങളെ വാനരന്മാരെന്നറിയപ്പെടില്ല, 33 കോടി മാനവന്മാരുടെ കൂട്ടത്തിലാണ് നിങ്ങൾ നിലനിൽക്കുന്നത് എന്ന്. അപ്പോൾ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള മൃഗത്തിനെ നമുക്ക് മനുഷ്യൻ്റെ ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ മനുഷ്യൻ്റേതായിട്ടുള്ള ചിട്ടവട്ടങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ 33 കോടി ദേവന്മാരെന്ന വാക്കിൻ്റെ അർത്ഥം 1/3 ഡിവിനിറ്റി നമ്മളിലുണ്ട്, 1/3 ഡിമോണിക് ക്വാളിറ്റി നമ്മളിലുണ്ട്, 1/3 ഹ്യൂമൻ ലിമിറ്റേഷൻസ് നമ്മളിലുണ്ട്. ചില മനുഷ്യർ
ഈ മാനുഷിക ദൗർബല്യങ്ങൾ കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കും. ആസുരീകമായിട്ടുള്ള വിചാരങ്ങൾ വളരെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ആലോചിച്ച് നോക്കാം, നമ്മളിലുള്ള ആസുരീകമായിട്ടുള്ള ദോഷങ്ങൾ കുറച്ചു കൊണ്ടുവരാനും മാനുഷിക ദൗർബല്യങ്ങൾ കുറച്ചു കൊണ്ടുവരാനും ശ്രമിച്ചാൽ 33 കോടി ആസുരീകത 25 കുറയും, 20 കുറയും, 15 കുറയും. മാനുഷിക ദൗർബല്യങ്ങൾ 33-ൽ നിന്ന് 30 കുറയും, 27 കുറയും, 25 കുറഞ്ഞാൽ അപ്പോൾ പിന്നെ ഏതാ കൂടുക? ഈശ്വരീയാംശം 33 എന്നുള്ള ഈശ്വരീയാംശം 40 ആവും, 50 ആവും, 60 ആവും, 70 ആവും. അങ്ങനെ ഈശ്വരീയാംശം വളരെ കൂടുതലായിട്ട് ഉയർത്തുകയും ആസുരീകമായിട്ടുള്ള തിന്മകളും മാനുഷികമായ ദൗർബല്യങ്ങളും കുറയ്ക്കുകയും ചെയ്യുന്ന മനുഷ്യനെയാണ് നമ്മൾ ശരിക്ക് അവതാരങ്ങൾ എന്ന് പറയാറുള്ളത്. ഇനി അടുത്ത ഒരു വരി, അടുത്തൊരു സന്ദേശം. ആൾ ദൈവങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ പലരെയും അവഹേളിക്കാറുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, അവർ ചെയ്യുന്ന കർമ്മങ്ങളുടെ 10 ലക്ഷത്തിലൊരംശം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം മാതാമൃതാനന്ദമയി ആയാലും സത്യസായി ബാബ ആയാലും ശ്രീ രവിശങ്കർ ആയാലും ലോകമെമ്പാടും നടന്നു ചെന്ന് ദുഃഖിക്കുന്നവരുടെ കണ്ണുനീരൊപ്പുന്ന പ്രവൃത്തി, വേദനിക്കുന്നവർക്ക് സഹായം എത്തിക്കാം, വിശക്കുന്നവർക്ക് ചോറ് ഭക്ഷണം എത്തിക്കാം, അനാഥർക്ക് സനാഥത്വം, സമൂഹം തിരസ്കരിച്ച വ്യക്തികൾക്ക് വേണ്ടിയിട്ട് എല്ലാ നന്മകളും ചെയ്യാൻ അവരും അവരുടെ കൂട്ടത്തിലുള്ളവരും ശ്രമിക്കുമ്പോൾ അവരെയാണ് യഥാർത്ഥത്തിൽ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന ഈശ്വരന്മാരായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. മറിച്ച് ഒരു പോപ്പ് ഒരു വ്യക്തിയെ പുണ്യവാളനായിട്ട് ഡിക്ലെയർ ചെയ്താൽ ആ ഡിക്ലറേഷനിലൂടെ വരുന്ന മനുഷ്യനെയാണ് ആൾദൈവം എന്ന് പറയുക. അല്ലാതെ മാനവരാശിക്ക് നന്മ ചെയ്യുന്ന വ്യക്തികൾ അവരാണ് യഥാർത്ഥത്തിൽ കാണപ്പെട്ട ദൈവങ്ങൾ എന്ന് പറയുന്നത്. അവരെ നമ്മളിൽ പലരും ഒരു നല്ല ഇടതുപക്ഷക്കാരൻ വിമർശന ബുദ്ധിയ വികാരത്തിലൂടെ പറഞ്ഞു, ഇവർക്കൊക്കെ എത്ര കോടി രൂപയാ പുറത്തുനിന്ന് വരുന്നത്? ഞാൻ അദ്ദേഹത്തിനോട് ഉത്തരം പറഞ്ഞു, ഈ ലോകത്തിൽ നന്മകൾ ചെയ്യണമെങ്കിൽ സമ്പത്ത് വേണം. ആ സമ്പത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓരോ വ്യക്തിക്കും ആവശ്യമായത് തന്നെത്താനെ നോട്ടടിച്ചെടുത്തോളാനുള്ള പെർമിഷൻ തന്നിട്ടില്ല. അതുകൊണ്ട് ഏത് നന്മ ചെയ്യുന്ന വ്യക്തിയും ആ നന്മ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സമ്പത്ത് ഉള്ളവരിൽ നിന്ന് മേടിച്ച് ഇല്ലാത്തവർക്ക് കൊടുക്കാനേ സാധിക്കുള്ളൂ എന്നുകൂടി നിങ്ങൾ അറിയണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമ്മൾ ആരെയെങ്കിലും ആൾദൈവങ്ങൾ എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ അല്ലെങ്കിൽ പുണ്യാത്മാക്കളെ നമ്മൾ വിമർശിക്കുമ്പോൾ ഇതുകൂടി ചിന്തിക്കാം. നിങ്ങൾ അവരെ അംഗീകരിക്കണമെന്നൊന്നും എനിക്ക് നിർബന്ധമില്ല, പൂജിക്കണമെന്നും എനിക്ക് നിർബന്ധമില്ല, അവരുടെ അടുത്ത് പോയിട്ട് നമസ്കരിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. പക്ഷേ മാനവരാശിക്കും പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും വേണ്ടി നന്മ ചെയ്യുന്ന വ്യക്തികളാണ് യഥാർത്ഥത്തിൽ അവതാരങ്ങൾ. അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും അത് അംഗീകരിച്ചേ മതിയാവൂ എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അടുത്ത ഒരു ചെറിയ സന്ദേശം നിങ്ങൾ ചിലപ്പോൾ കേട്ടിരിക്കാൻ സാധ്യതയില്ല, അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ചേന തിയറി കേൾക്കുമ്പോൾ പെട്ടെന്ന് ചിരി വരും, പക്ഷെ അതിനൊരു അർത്ഥമുണ്ട്. ചേന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. കാച്ചില്, ചേന, ചെമ്പൂത്ത് തുടങ്ങിയ സാധനങ്ങളിൽ ഒരു സാധനമാണ് ചേന. എന്താ ചേന തിയറി എന്ന് പറയുന്നത്? നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഒരു വലിയ ചേന വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. അയാളത് പാക്ക് ചെയ്ത് നമ്മളുടെ കയ്യിൽ ഏൽപ്പിച്ചു. നമ്മൾ പൈസയും കൊടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആ പാക്കറ്റ് തുറന്നു നോക്കിയപ്പോൾ നമ്മൾ കണ്ടു ആ ചേനയുടെ ചെറിയ ഒരു ഭാഗം ചീഞ്ഞിട്ടുണ്ട്. ആ ചേനയുടെ ഒരു ഭാഗം ചീഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മാർക്കറ്റിൽ വെച്ച് കണ്ടുമില്ല. നമ്മൾ സാധാരണ എന്താ ചെയ്യുക? ചേന മുഴുവനും കളയോ അല്ല ചീഞ്ഞ ഭാഗം മാത്രം കത്തി ഉപയോഗിച്ച് അത് മാത്രം മാറ്റോ? ഈ ചോദ്യത്തിന് ഉത്തരം എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ആ ചേനയുടെ ചീഞ്ഞ ഭാഗം മാത്രം കളഞ്ഞ് നല്ല ഭാഗം നമ്മൾ ഉപയോഗിക്കും. ഇതിനെ നമ്മൾ ചേന തിയറി എന്ന് പറഞ്ഞ് മനുഷ്യനിലേക്ക് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ധാരാളം വ്യക്തികളുണ്ട്, നമ്മുടെ കുടുംബാംഗങ്ങളുണ്ട്, ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. ഇവർക്കെല്ലാം ധാരാളം നന്മ നിറഞ്ഞ ഗുണങ്ങളുണ്ട്. ഇവർക്കെല്ലാവർക്കും തിന്മ നിറഞ്ഞ ചില ദോഷങ്ങളും ഉണ്ട്. മറ്റൊരർത്ഥത്തിൽ അവരുടെ സ്വഭാവത്തിൽ ചില ചീഞ്ഞ ഭാഗങ്ങളുണ്ട്. ആ ചീഞ്ഞ ഭാഗങ്ങൾ നമ്മൾ എടുക്കാതിരുന്നാൽ ചേനയിലെ ചീഞ്ഞ ഭാഗം കളയുന്നത് പോലെ അവരുടെ സ്വഭാവത്തിലെ ചീഞ്ഞ ഭാഗം കളഞ്ഞ്
അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാതെ മറ്റ് നന്മകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി ബന്ധുക്കളുമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കാനും സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കാനും പുതിയ പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കാനും ഇത് വളരെയേറെ സഹായിക്കുമെന്ന് നമ്മൾ മറക്കരുത്. ഇതിനെയാണ് ചേന തിയറി എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പോയിന്റ്, നമ്മളിൽ ധാരാളം വ്യക്തികൾ ഉപദേശം കൊടുക്കാറുണ്ട്. ആ ഉപദേശം എപ്പോഴും ഓർമ്മിക്കുക, ഉപദേശം കൊടുക്കേണ്ടത് ആവശ്യമുള്ള സമയത്ത്, ആവശ്യമുള്ള സ്ഥലത്ത്, ആവശ്യമുള്ള രീതിയിലാണ്. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ശ്രീകൃഷ്ണനും അർജുനനും തമ്മിൽ ഒത്തിരി കാലത്തെ ബന്ധമുണ്ട്, അനവധി വർഷത്തെ ബന്ധമുണ്ട്. ഈ ബന്ധങ്ങളെല്ലാം ഉള്ളപ്പോഴും ശ്രീകൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തില്ല. അപ്പോഴൊന്നും ഉപദേശിച്ചു കൊടുത്തില്ല. അല്ല, കൺവീനിയൻ്റ് ആയിട്ട് രണ്ടുപേരും റെസ്റ്റ് എടുക്കുന്ന, കാട്ടിലൂടെ നടക്കുന്ന, നാട്ടിൽ വെറുതെ ഇരിക്കുന്ന സുഹൃത്തുക്കളായിട്ട് ഒരുമിച്ച് നടക്കുന്ന കാലയളവിലൊന്നും കൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല? ആ ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുക്കേണ്ട ക്രൈസിസ് ടൈം ആ സമയത്ത് ആണ് അത് യുദ്ധക്ഷേത്രത്തിൽ വെച്ച് ഉപദേശിച്ചു കൊടുത്തത്. ഇത് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, ഈ ഹസ്തിനപുരത്തിലേക്ക് തിരിച്ചു വന്ന പാണ്ഡവര് മഹാഭാരത യുദ്ധമെല്ലാം കഴിഞ്ഞ് ആ കൊട്ടാരത്തിലിരിക്കുമ്പോൾ ധർമ്മപുത്രര് കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, ഞാനാണ് ഹസ്തിനപുരം ഭരിക്കുന്നത്. നീ ഭഗവത്ഗീത പോലെ ഉജ്ജ്വലമായൊരു സന്ദേശം അർജുനനാണ് ഉപദേശിച്ചു കൊടുത്തത്, അത് എനിക്കും ഉപദേശിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ ധർമ്മപുത്രരോട് മറുപടി പറഞ്ഞത്, ഹേ ധർമ്മപുത്ര ജ്യേഷ്ഠ, അങ്ങ് ഓർമ്മിക്കുക, ആ ഭഗവത്ഗീതയുടെ ഉപദേശം ആ സമയത്ത് യുദ്ധക്ഷേത്രത്തിൽ ആവശ്യമായിരുന്നു. അത് നിങ്ങളിപ്പോൾ ശാന്തമായിട്ട് ഇരുന്ന് ഭഗവത്ഗീത വായിക്കുകയോ പഠിക്കുകയോ എല്ലാം ചെയ്യാം. പക്ഷെ അവിടെ പറഞ്ഞത് മുഴുവനും ഇവിടെ പ്രയോഗിക്കേണ്ട. അതിനുള്ള സമയം നിങ്ങൾക്കിപ്പോൾ വേസ്റ്റ് ചെയ്യാനില്ല. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഹസ്തിനപുരം ധാർമ്മികമായിട്ട് സത്യം, ധർമ്മം, നീതി, ന്യായത്തോടുകൂടി എങ്ങനെയാണ് ഹസ്തിനപുരം ഭരിക്കേണ്ടത് എന്ന് ഭീഷ്മ പിതാമഹന്റെ അടുത്ത് നിന്ന് പഠിക്കുകയാണ് വേണ്ടത്. ഭഗവത്ഗീത പിന്നീടാവാം. അപ്പോൾ ഭഗവത്ഗീത ആർക്ക് ഉപദേശിച്ചു കൊടുത്തു? ക്രൈസിസിലിരിക്കുന്ന വ്യക്തിക്ക്. എവിടെ വെച്ച് ഉപദേശിച്ചു കൊടുത്തു? യുദ്ധക്കളത്തില്. എന്തുകൊണ്ട് നേരത്തെ ഉപദേശിച്ചു കൊടുത്തില്ല? അത് നേരത്തെ ഉപദേശിച്ചു കൊടുക്കേണ്ട ഒരു ക്രൈസിസ് ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് ധർമ്മപുത്രർക്ക് ഉപദേശിച്ചു കൊടുത്തില്ല? ധർമ്മപുത്രര് ഇപ്പൊ ചെയ്യേണ്ടത് രാഷ്ട്രഭാരം എങ്ങനെ നടത്തണമെന്ന കാര്യത്തെക്കുറിച്ചുള്ള പഠനമാണ്. എങ്ങനെ യുദ്ധം ചെയ്ത് ക്രൈസിസിനെ അതിജീവിക്കണം എന്നുള്ളതല്ല. ഭഗവത്ഗീത ധർമ്മപുത്രര് പഠിക്കുന്നതിന് തെറ്റില്ല. പക്ഷെ ആദ്യം പഠിക്കേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഭരണത്തെക്കുറിച്ചാണ് എന്ന് മനസ്സിലാക്കാം. അടുത്തത് ഡീൻ ഓർണിഷ് എന്ന ഒരു വ്യക്തിയുണ്ട്. അതിപ്രഗത്ഭനായ ന്യൂയോർക്കിലെ കാർഡിയോളജിസ്റ്റാണ്. വളരെ പ്രഗത്ഭനാണ് ഡീൻ ഓർണിഷ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലരെങ്കിലും. അദ്ദേഹം ഒരു വലിയ പഠനം നടത്തിയിരുന്നു. അമേരിക്കയിലെ 300 സെന്ററുകളിൽ, അമേരിക്ക വ്യത്യസ്തമായിട്ട് പസഫിക് ഓഷ്യൻ മുതൽക്ക് അറ്റ്ലാന്റിക് ഓഷ്യൻ വരെയുള്ള പ്രദേശങ്ങളിൽ 300 സ്ഥലത്ത് കുറേ കുട്ടികളെ മാത്തമാറ്റിക്സ് പഠിപ്പിക്കാം. ഈ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നതിന് മുമ്പ് ആ കുട്ടികളുടെ ബ്ലഡ് പ്രഷർ എടുക്കുക, ആ കുട്ടികളുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ എടുക്കുക, ആ കുട്ടികളുടെ ശരീരത്തിൻ്റെ ഘടന എടുക്കുക, ECG എടുക്കുക, EEG എടുക്കുക. ഇതെല്ലാം എടുത്ത് മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് ആ കുട്ടികളുടെ ശാരീരികാവസ്ഥ, മാനസികാവസ്ഥ നോട്ട് ചെയ്യാം. ഈ മാത്തമാറ്റിക്സ് ക്ലാസ് പകുതി കഴിയുമ്പോൾ വീണ്ടും ഇതേപോലെ ടെസ്റ്റ് ചെയ്യും. ആ മാത്തമാറ്റിക്സ് ക്ലാസ് മുഴുവനും കഴിയുമ്പോൾ വീണ്ടും ടെസ്റ്റ് ചെയ്യും. ഇങ്ങനെ 10-40 ദിവസം ഈ വിദ്യാർത്ഥികളെ മാത്തമാറ്റിക്സ് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ടെസ്റ്റ് നടത്തി. എന്നിട്ട് ആ 40 ദിവസവും മാത്തമാറ്റിക്സ് വളരെ ദേഷ്യത്തോടുകൂടി പഠിപ്പിക്കുന്ന, വികാര തീവ്രമായിട്ട് പഠിപ്പിക്കുന്ന, കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാതെ പഠിപ്പിക്കുന്ന അധ്യാപികമാരെ കൊണ്ടാണ് ആദ്യത്തെ 40 ദിവസം ക്ലാസ് എടുപ്പിച്ചത്. അപ്പോൾ ഈ ഡീൻ ഓർണിഷിന് മനസ്സിലായി, ഈ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന വിഷയം തന്നെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. അത് പഠിപ്പിക്കുന്ന ടീച്ചർ പഠിപ്പിക്കുന്ന രീതിയും ബുദ്ധിമുട്ടുള്ളതാണ്. അവരാണെങ്കിൽ ഇടയ്ക്ക് ദേഷ്യപ്പെടുന്നവരാണ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇത് ഈ കുട്ടികളുടെ ശരീരത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കും എന്നറിഞ്ഞുകൊണ്ടാണ്
ഡീൻ ഓർണിഷ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ സുദീർഘമായിട്ട് വിവരിക്കുന്നുണ്ട്. ഈ ടെസ്റ്റ് നടത്തിയത് ഇദ്ദേഹം കണ്ടത്, അത്ഭുതകരമായി കണ്ടത്, മാത്തമാറ്റിക്സ് ക്ലാസ് തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് മുതൽക്ക് ഈ കുട്ടികളുടെ BP കൂടാൻ തുടങ്ങും, ബ്ലഡ് പ്രഷർ കൂടും, ഹാർട്ട് ബീറ്റ് കൂടും, ECGയിൽ വ്യത്യാസം വരും, ഇലക്ട്രോ എൻസെഫലോഗ്രാം EEGയിൽ വ്യത്യാസം വരും, കൊളസ്ട്രോളിൻ്റെ അളവാണെങ്കിൽ കണ്ടമാനം കൂടും, അഡ്രിനാലിൻ്റെ അളവ് കൂടും, ബ്രീത്തിങ് റേറ്റ് കൂടുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികളുടെ ശരീരത്തിൽ അടിമുടി മാറ്റം വരുന്നതായിട്ട് ഈ 300 സെൻറ്ററുകളിലും ഡീൻ ഓർണിഷ് കാണേണ്ടായി. പിന്നെ ഒരു 40 ദിവസവും കൂടി കഴിഞ്ഞ്, ആ 40 ദിവസം മാത്തമാറ്റിക്സ് ക്ലാസ് ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യത്തെ 40 ദിവസം കഴിഞ്ഞ് പിന്നെ ഒരു 2, 3, 4, 5, 6 ദിവസം വീണ്ടും ഈ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരുന്നു. അപ്പോഴും ഡീൻ ഓർണിഷ് അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു. അതായത് ഈ കുട്ടികൾ സ്ഥിരമായിട്ട് മാത്തമാറ്റിക്സ് പഠിച്ചുകൊണ്ടിരുന്ന സമയം, ആ സമയത്ത് അവരുടെ കൊളസ്ട്രോൾ തന്നെത്താനെ കൂടുന്നു. ആ ശരീരം ആ മാത്തമാറ്റിക്സ് പഠിക്കുന്ന ക്ലാസ്സിലേക്ക് ആ ശരീരത്തെ തയ്യാറാക്കുന്ന വിധത്തിൽ ശരീരത്തിൻ്റെ BP കൂടുന്നു, എല്ലാം കൂടുന്നു. മാത്തമാറ്റിക്സ് ക്ലാസ് ഇല്ലാതിരുന്നിട്ടും BP കൂടുന്നു, ഇല്ല എന്ന് അറിഞ്ഞിട്ടും BP കൂടുന്നു, ഹാർട്ട് ബീറ്റ് കൂടുന്നു, അഡ്രിനാലിൻ കൂടുന്നു, കൊളസ്ട്രോൾ കൂടുന്നു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടികൾക്ക് നോർമലായി. എന്നിട്ട് വീണ്ടും മാത്തമാറ്റിക്സ് ക്ലാസ് തുടങ്ങി. അത് വളരെ പൊളൈറ്റായിട്ട്, വളരെ നല്ല രീതിയിൽ, ശാന്തമായിട്ട്, ഇൻട്രസ്റ്റിങ്ങോടുകൂടി കഥ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഓരോ ടീച്ചറെയും അപ്പോയിൻ്റ് ചെയ്ത് മാത്തമാറ്റിക്സ് ക്ലാസ് തുടങ്ങി. അപ്പോൾ അദ്ദേഹം കണ്ടത് കുട്ടികളുടെ ശരീരത്തിൽ യാതൊരു മാറ്റവും വരുന്നില്ല, വളരെ സന്തോഷത്തോടുകൂടി അവർ പഠിക്കുന്നു. അപ്പം മാത്തമാറ്റിക്സ് അല്ല പ്രോബ്ലം ഉണ്ടാക്കിയത്, അത് പഠിപ്പിക്കുന്ന ടീച്ചറാണ് പ്രോബ്ലം ഉണ്ടാക്കിയത്. ഇത് മറ്റു കാര്യങ്ങൾക്ക് കൂടി ഒന്ന് എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മളല്ല പലപ്പോഴും പ്രോബ്ലം ഉണ്ടാക്കുന്നത്. നമ്മളുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മളുടെ വീക്ഷണങ്ങൾ, നമ്മൾ പെരുമാറുന്ന രീതികൾ, ഇതെല്ലാമാണ് മറ്റുള്ളവർക്ക് ശരീരത്തിൽ അടിമുടി മാറ്റം ഉണ്ടാവുന്നത്. ഇപ്പോൾ ഡീൻ ഓർണിഷിൻ്റെ ഈ മാത്തമാറ്റിക്സ് ടീച്ചറുടെ എക്സ്പെരിമെൻ്റ് നിങ്ങളുടെ ജീവിതത്തിലും ഒന്ന് പരിശോധിച്ച് നോക്കാം. ശാന്തമായിട്ട് പെരുമാറുക, നല്ല രീതിയിൽ സംസാരിക്കുക. അല്ല, മധുരത്തോടുകൂടി, വാങ്മേ മധുമത്തമ എന്ന് വേദത്തിലൊരു വരിയുണ്ട്. വാക്കിൽ മധുരത്തോടുകൂടി സംസാരിക്കുക, ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, സൗഹൃദ ബന്ധം നിലനിർത്തിക്കൊണ്ട് സംസാരിക്കുക, വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക. അഥവാ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചാലും ഉടനെ നോർമലാവാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രമിച്ചാൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തികളുടെ BP കൂടില്ല, കൊളസ്ട്രോൾ കൂടില്ല, ടെൻഷൻ ഉണ്ടാവില്ല, ECGയിൽ വ്യത്യാസം ഉണ്ടാവില്ല, EEGയിൽ വ്യത്യാസം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. അടുത്ത ഒരു ചെറിയ അനുഭവമാണ്. ഒരു അച്ഛനുണ്ടായിരുന്നു. ആ അച്ഛനൊരു മകൻ, മകനൊരു മകൻ, അങ്ങനെ 3 പേര്. ഒരു കൊച്ചുകുട്ടി, അവരുടെ അച്ഛൻ, അവരുടെ അച്ഛൻ. ഈ മുത്തച്ഛൻ്റെ മകൻ ഒരു ദിവസം ഓട് ക്ലീൻ ചെയ്യാനായിട്ട് കയറി. സാധാരണ പണ്ടത്തെ വീടുകളിൽ ഓട് ക്ലീൻ ചെയ്യുന്നത് പുറത്തുനിന്ന് ആരെങ്കിലും കിട്ടിയില്ലെങ്കിൽ അവനവൻ തന്നെയാണ്. മഴ വരുന്നതിന് മുമ്പ് ഓടൊക്കെ ക്ലീൻ ചെയ്ത് അതിൻ്റെ ഇടയ്ക്കുള്ള ചവറുകളൊക്കെ കളയുക. അപ്പോൾ മകൻ ഇങ്ങനെ നല്ല വെയിലത്ത് മുകളിൽ ഓട് ക്ലീൻ ചെയ്യാണ്. ഈ മുത്തച്ഛൻ മകനെ വിളിച്ച് പറയും, മോനെ മതി, നീ താഴെ ഇറങ്ങ്, എന്ത് വെയിലാ, കാലൊന്ന് തെറ്റിയാലുള്ള അവസ്ഥ എന്താ, ആ വെയിൽ നീ കൊള്ളുന്ന കാണുമ്പോൾ എനിക്ക് വലിയ വേദന തോന്നുന്നു, അതുകൊണ്ട് നീ താഴെ ഇറങ്ങുക. മകൻ പറഞ്ഞു, ഞാൻ ഇപ്പം ഇറങ്ങാൻ വച്ചാ. അച്ഛൻ വെറുതെ ഇരുന്നോളൂ, കുഴപ്പമില്ല, എനിക്കൊന്നും സംഭവിക്കില്ല, എനിക്ക് വിഷമിക്കണില്ല. ഈ മുത്തച്ഛൻ വീണ്ടും വീണ്ടും സ്വന്തം മകനോട് പറഞ്ഞു, നീ ഇറങ്ങ. അപ്പം ഈ മകൻ ഇറങ്ങണില്ല. അപ്പം ആ വെയിലും കൊണ്ട് ആ മകൻ ഇങ്ങനെ ജോലി ചെയ്യുന്ന കണ്ടപ്പോൾ അച്ഛന് സഹിക്കണില്ല. പിന്നെ ഈ മുത്തച്ഛൻ എന്ത് ചെയ്തു അറിയോ? ഈ ഓട് ക്ലീൻ ചെയ്യുന്ന മകൻ്റെ മകനുണ്ട്, കൊച്ചുകുട്ടി. ആ കൊച്ചുകുട്ടിയെ എടുത്ത് നേരെ കൊണ്ടുപോയി വെയിലിൽ നിർത്തി, അല്ല പൊരി വെയിലത്ത് നിർത്തി. പൊരി വെയിലത്ത് നിർത്തിയപ്പോൾ മുകളിൽ തൻ്റെ മകൻ അത് കാണുന്നുണ്ട്, മുത്തച്ഛൻ്റെ മകൻ കാണുന്നുണ്ട്, ഈ കുട്ടിയുടെ അച്ഛൻ അത് കാണുന്നുണ്ട്. ഈ കുട്ടിയുടെ അച്ഛൻ ഉടനെ മുത്തച്ഛനെ വിളിച്ച് പറഞ്ഞു, മുത്തച്ഛൻ എന്തിനാ ആ കുട്ടിയെ ഇങ്ങനെ ഈ വെയിലത്ത് നിർത്തുന്നത്, വല്ല ആവശ്യമുണ്ടോ, അതിനകത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ മുത്തച്ഛൻ മകനോട് പറഞ്ഞു, അത് ശരി,
നിന്റെ മകൻ വെയിൽ കൊള്ളുമ്പോൾ നിനക്ക് വേദനിക്കുന്നുണ്ടല്ലേ? എൻ്റെ മകൻ വെയിൽ കൊള്ളുമ്പോൾ നീ എനിക്ക് എന്നെ ഉപദേശിക്കുന്നു, സാരമില്ല എന്ന് പറഞ്ഞല്ലേ? അപ്പൊ അവനവനെ ചുടുമ്പോഴേ അറിയുള്ളൂ മകനെ എന്ന്. അതായത് എൻ്റെ മകനായ നീ ഓടിൻ്റെ പുറത്തിരുന്നുകൊണ്ട് ക്ലീൻ ചെയ്ത് ആ പൊരി വെയിൽ കൊള്ളുമ്പോൾ എനിക്കുണ്ടാവുന്ന വേദന നിനക്കറിയണമെങ്കിൽ നിന്റെ മകൻ ഈ പൊരി വെയിലത്ത് നിന്നാലേ നിനക്കറിയുള്ളൂ എന്ന് സാരം. അപ്പൊ ഞാൻ നിങ്ങളോടും പറയുന്നു, ഈ ലോകത്തില് നമുക്ക് വേദനിക്കുമ്പോൾ മാത്രമേ പലപ്പോഴും നമ്മൾ എന്താണ് ഈ വേദന എന്ന് അറിയുകയുള്ളൂ. ഇനി അടുത്തൊരു സന്ദേശം, തേനീച്ചയുടെ മരണം. യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കാം, ജീവിതകാലം മുഴുവനും വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാ തേനീച്ച പല 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 പൂക്കളിൽ ചെന്ന് തേൻ ശേഖരിച്ച് അതിൻ്റെ ഡൈജസ്റ്റീവ് ഗ്ലാൻഡുകളിൽ ഡൈജസ്റ്റ് ചെയ്യിപ്പിച്ച് ആ കൂട്ടിൽ അത് ശേഖരിക്കുന്നത്. ഭാവിയിലേക്ക് എന്ന് പറഞ്ഞായിരിക്കാം തേനീച്ചകള് തേൻ ശേഖരിക്കുന്നത്. പക്ഷെ മനുഷ്യൻ എന്താ ചെയ്യുക? കുറേ അധികം തേനീച്ചക്കൂട്ടിൽ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ചകിരി, പണ്ടത്തെ കാലത്ത് ഒരു ചകിരി അല്ലെങ്കിൽ ഒരു തുണിയെടുത്ത് ആ കൂടോടുകൂടി നമ്മൾ ഒരു തുണിയിലിട്ട് പിന്നെ അങ്ങ് പിരിച്ച് ആ തേനീച്ച മുഴുവനും ചത്തുപോകും അതിനകത്ത്. എന്നിട്ട് ആ തേൻ മാത്രം നമ്മളെടുത്ത് ആസ്വദിക്കും. അപ്പോൾ മാനവരാശിയുടെ മധുരത്തിന് വേണ്ടി സ്വന്തം ജീവിതം ത്യജിക്കാൻ ഒരു തേനീച്ചക്കൂട്ടിലെ തേനീച്ചകൾ തയ്യാറാവുന്നു. അവനവൻ ശേഖരിച്ചു വെക്കുന്നത് തന്നെ അവനവൻ്റെ മരണത്തിന് കാരണമാകുമെന്നറിഞ്ഞിട്ടും ആ തേനീച്ചകൾ യഥാർത്ഥത്തിൽ മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, അവരുടെ സുഖത്തിന് വേണ്ടിയിട്ട്, അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം സമർപ്പിക്കുന്നു. നിങ്ങളും ഇതിൽ നിന്ന് 2 പാഠം പഠിക്കണം. ഒന്നാമത്തെ പാഠം, നമ്മൾ എന്തെല്ലാം ചെയ്യുമ്പോഴും അത് മാനവരാശിയുടെ നന്മയ്ക്ക് കാരണമാകണം. നമ്മുടെ മരണം എന്തായാലും ഉണ്ട്, അത് നമ്മളെ ആരും കൊല്ലുന്നതല്ല എങ്കിൽ പോലും മരണം എന്നുള്ളതുണ്ട്. അതിനു മുമ്പ് മാനവരാശിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കണം. അതിൽ നിന്ന് പഠിക്കാനുള്ള 2ാമത്തെ പാഠം, നിങ്ങൾ ആലോചിച്ച് നോക്കാം, ചില കടന്നല്ലുകളുണ്ട്. ഒരു കടന്നല്ലിൻ്റെ അടുത്തുനിന്ന് ഒരിക്കലും ഒരാളും അതിൻ്റെ കൂടെ എടുത്ത് പിഴിഞ്ഞ് തേനെടുക്കില്ല. എന്താ കാരണം? കടന്നല്ലൊരിക്കലും തേൻ ശേഖരിച്ചു വെക്കാറില്ല. അത് അന്നന്നത്തെ ആവശ്യത്തിനുള്ള തേൻ കഴിച്ച് ജീവിക്കുക പതിവ്. അപ്പോൾ കടന്നല്ല് തേൻ ശേഖരിക്കാത്തത് കൊണ്ട് കടന്നല്ലിനെ നമ്മൾ എടുക്കുന്നില്ല. കടന്നല്ലിനെ പ്രതിരോധിക്കാൻ അറിയാവുന്നത് കൊണ്ട് കടന്നല്ലിൻ്റെ അടുത്ത് നമ്മൾ പോവില്ല. തേനീച്ച തേൻ ശേഖരിച്ച് വെക്കുന്നത് കൊണ്ട് അതിൻ്റെ കൂട് ഉൾപ്പെടെ നമ്മൾ നശിപ്പിക്കുന്നു. തേനീച്ചയ്ക്ക് പ്രതിരോധിക്കാൻ അറിയാത്തത് കൊണ്ട് തേനീച്ചയെ നമ്മൾ കൊല്ലുന്നു, നശിപ്പിക്കുന്നു. ഇതിൽ നിന്ന് 4 പാഠങ്ങൾ പഠിക്കണം. കടന്നല്ലിൻ്റെ 2 പാഠം, തേനീച്ചയുടെ 2 പാഠം. അത് പോസിറ്റീവായും പഠിക്കണം, അത് നെഗറ്റീവായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തത് കുമാരനാശാന്റെ ഒരു കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹാ പുഷ്പമേ നീ അധിക തുംഗപദത്തിൽ എത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കെ, ഈ ഭൂവിൽ അസ്ഥിര സംശയം ഇന്നു നിന്റെ ആഭൂതി ഇങ്ങു പുനരെങ്ങു കിടപ്പിതോർത്താൽ. ഇടയ്ക്കെങ്കിലും ഈ ഒരു കവിത നമ്മൾ ചൊല്ലണം. കാരണം ഇത് പൂവിൻ്റെ കഥയല്ല, ഇതൊരു രാജ്ഞിയുടെ കഥയുമല്ല, ഇതൊരു പുഷ്പരാജ്ഞിയുടെ കഥയുമല്ല, സന്ദേശവുമല്ല, അനുഭവവുമല്ല. ഇത് നമ്മുടെ അനുഭവമാണ്. ഇത് നമ്മളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കാം. അടുത്ത കാലത്ത് കുറച്ച് കാലം മുമ്പ് കോഴിക്കോട് പോവുകയുണ്ടായി. എൻ്റെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു കർമ്മബലം എന്നുള്ളതിനെക്കുറിച്ച്. കർമ്മബലത്തിൻ്റെ സയൻസ് ബ്രയൻ എൽ വൈസ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ, സൈക്കോളജി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മബലവും പുനർജന്മവും എന്ന ക്ലാസ് ഞാനത് മുഴുവനും വിവരിച്ചു കഴിയുമ്പോൾ കുറേ പ്രഗത്ഭരായ വ്യക്തികൾ IPS IAS എല്ലാവരും എൻ്റെ അടുത്ത് വന്നിരുന്നു. ടോപ്പ് സെക്രട്ടറിമാരും പല കമ്പനികളുടെ ചെയർമാൻമാരും ഒക്കെ വന്നിരുന്നു. അവർ വന്ന് കുറേ പ്രായമായിട്ടുണ്ട്, അവർ റിട്ടയറായി കുറേ പ്രായമായിട്ടുണ്ട്. സ്വകാര്യമായിട്ട് എന്നോട് ചോദിച്ചു, ബാലകൃഷ്ണൻ സാറേ, ഔദ്യോഗികമായി പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഒത്തിരി അഴിമതി ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ഞാൻ അടുത്ത ജന്മത്തിൽ അനുഭവിക്കുമോ, എനിക്ക് പേടിയാവുന്നു. ഇങ്ങനെ പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഒരുപക്ഷെ കോഴിക്കോടുകാരുടെ ആ
എന്താ പറയുക, നിസ്സംഗത, മാലിന്യമില്ലാത്ത മനസ്സുകൊണ്ടായിരിക്കാം ചെയ്ത കാലത്ത് പറ്റിയ അബദ്ധങ്ങളും ചെയ്ത ക്രൂരതകളും തെറ്റുകളും ആവർത്തിച്ച് ഒന്ന് റിമെമ്പർ ചെയ്ത് എൻ്റെ മുമ്പിൽ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ഉറപ്പാ, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് സർ ഐസക് ന്യൂട്ടൺ പറഞ്ഞതാ. നമ്മുടെ വാൽമീകി മഹർഷിയുടെ പൂർവാശ്രമത്തിലെ പേര് രത്നാകരൻ എന്നായിരുന്നു. രത്നാകരൻ്റെ ഭാര്യ പറഞ്ഞ വേറൊരു വരിയുണ്ട്, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ടു ബി എക്സ്പീരിയൻസ്ഡ് ബൈ ദി ആക്ടർ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ഇത് എനിക്കും സാറിനും ബാധകമാണ് സാർ എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഒരു 8-10 പേര് സ്വകാര്യമായിട്ട് വന്ന് ചോദിച്ചു, ഇനി ഞാൻ എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു, ഏതായാലും പാസ്റ്റിനെ തിരുത്താൻ പറ്റില്ല, പ്രസൻറ്റിനെ തിരുത്താം. സാർ ഒരു കാര്യം ചെയ്യണം, ഈ സമ്പാദിച്ചു കൂട്ടിയ പൈസയുടെ ഒരു ഭാഗം, കുറച്ച് സമയം, കുറച്ച് ഊർജം പാവപ്പെട്ടവനും വിശക്കുന്നവനും അനാഥനും വൃദ്ധനും വേണ്ടിയിട്ട് ചെലവഴിക്കാം. പാവപ്പെട്ടവനും അനാഥനും വൃദ്ധനും വേണ്ടി ചെലവഴിക്കാം. അപ്പോൾ സാറിന് അനുഭവിക്കേണ്ട ദുഃഖത്തിൻ്റെ അളവ് കുറയും. കാരണം മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് സാർ എടുക്കുന്ന ബുദ്ധിമുട്ടുകൾ, വിഷമതകൾ അപ്പുറത്ത് അനുഭവിക്കേണ്ട വിഷമതകളുടെ ഒരു ഭാഗത്തെ ഇല്ലാതെയാക്കും. വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ പോയത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആ പുഷ്പമേ നീ അധിക തുങ്കപദത്തിൽ എത്ര ശോഭിച്ചിരുന്നു എന്ന ആ കുമാരനാശാന്റെ കവിത അല്ലെങ്കിൽ സന്ദേശം അല്ലെങ്കിൽ ജീവിത ഗന്ധിയായിട്ടുള്ള വരികൾ, അത് നമ്മളെയും ഓർമ്മിപ്പിക്കണം. നമ്മൾ എത്ര ശക്തമായ പദവിയിലിരുന്നവരാണ്, അത് എക്കാലത്തും ഉണ്ടാവില്ല. മാറ്റം പ്രകൃതിയുടെ നിയമമാണ്. നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും എന്ന് ഓർമ്മിക്കണം. ഉയർന്ന നിലവാരത്തിലിരിക്കുമ്പോൾ എല്ലാവരും ബഹുമാനിക്കും, താഴ്ന്നു കഴിഞ്ഞാൽ ആരും ബഹുമാനിക്കില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ വരിയുടെ ചേർത്ത് വേറൊരു വരി കൂടി പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഗംഗോത്രിയിലെത്തുമ്പോൾ ഗംഗോത്രിയിലെ ഗംഗയിലെ ജനങ്ങൾ നമസ്കരിക്കും. അത്രയും അധികം അതെടുത്ത് കുടിക്കും, അതെടുത്ത് ടിന്നിലാക്കും, അത് നാട്ടിലേക്ക് കൊണ്ടുവരും. മരണസമയത്ത് അതായിരിക്കും ഒരു തുള്ളി കൊടുക്കാം. ഇപ്പൊ ഗംഗ പവിത്രാണ്. ആ ഗംഗോത്രിയിലെ ഗംഗ അത് കാണാനായിട്ട് നമ്മൾ പോകാറുണ്ട്. കുറേ കഴിയുമ്പോൾ ഗംഗ താഴത്തേക്ക് വരും. അങ്ങനെ വരുമ്പോൾ ആ ഗംഗയിലെ വെള്ളം നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കും, കുടിക്കാൻ ഉപയോഗിക്കും, റോഡ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കും, വീട് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കും. കുറേ കൂടി വന്ന് താഴത്തേക്ക് ഗംഗ വന്നു കഴിഞ്ഞാൽ പിന്നെ വയലിൽ കൃഷി ചെയ്യാൻ ഗംഗാ വെള്ളം ഉപയോഗിക്കും. അതുപോലെ വളരെയധികം സ്ഥലം ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കും. ഏതാണ്ട് അവിടെ എത്തുമ്പോൾ ആ പ്രദേശത്തുള്ളവർ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനും ഉപയോഗിക്കുന്നത് ഗംഗാവെള്ളമാണ്. കുളിക്കാനും ഉപയോഗിക്കുന്നത്, അതായത് സോപ്പിട്ട് കുളിക്കാനും ഉപയോഗിക്കുന്നത്, വൃത്തികേടുകൾ മാറ്റാനും ഉപയോഗിക്കുന്നത് ഗംഗാവെള്ളമാണ്. അപ്പോൾ ഉയരത്തിലിരിക്കുന്നിടത്തോളം എല്ലാവരും ബഹുമാനിക്കും. താഴത്തേക്ക് വരുന്നതനുസരിച്ച് നമ്മളോടുള്ള ബഹുമാനത്തിൻ്റെ അളവും കുറഞ്ഞു വരുമെന്നുള്ളത് ജീവിത സത്യമാണ് എന്ന് മറക്കരുത്. ഇപ്പൊ കുമാരനാശാന്റെ ഈ കവിത നമുക്ക് വലിയ ഒരു സന്ദേശമാണ് തരുന്നത്. അടുത്തത് രാവണന്റെ 10 തല. യഥാർത്ഥത്തിൽ രാവണന് 10 തലയില്ല. ഈ ലോകത്തിലെ ആർക്കും 10 തല ഉണ്ടാവുകയില്ല. അതൊരു ബയോളജിയാണ്, അതൊരു അനാറ്റമി അല്ലേ അത്. പിന്നെ എങ്ങനെയാ രാവണന് 10 തലയുണ്ടെന്ന് നമ്മൾ പറയുന്നത്? പലപ്പോഴും ഭാരതീയ പൈതൃക സന്ദേശം പദാനുപദം അർത്ഥത്തിലെടുത്താൽ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാവും. രാവണന് 10 തലയുണ്ടാവാൻ കാരണം ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ശിക്ഷ, നിരുക്തം, വ്യാകരണം, ഛന്ദശാസ്ത്രം, കൽപ്പശാസ്ത്രം, ജ്യോതിഷം, 4 വേദങ്ങളും 6 വേദാംഗങ്ങളും പഠിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്ന വ്യക്തിയാണ് എന്നർത്ഥം. അല്ലെങ്കിൽ ഒരു ഋഗ്വേദം പഠിക്കണമെങ്കിൽ ഒരു മനുഷ്യ ജന്മം വേണം, ഒരു മനുഷ്യൻ്റെ തലയുടെ കപ്പാസിറ്റി വേണം. അപ്പം 4 വേദങ്ങൾ പഠിക്കണമെങ്കിൽ എത്ര തലയുടെ കപ്പാസിറ്റി വേണം? 4 തലയുടെ കപ്പാസിറ്റി വേണം. പിന്നെ 6 വേദാംഗങ്ങൾ പഠിക്കണമെങ്കിൽ 6 തലയുടെ കപ്പാസിറ്റി വേണം. അങ്ങനെ 4 + 6 10 തലയുടെ കപ്പാസിറ്റി ഉള്ള ആ രാവണൻ അതിമഹത്തായ ഒരു കവിയും കൂടിയായിരുന്നു. ആയുർവേദ ഗ്രന്ഥങ്ങൾ ധാരാളം എഴുതിയിട്ടുള്ള മനുഷ്യനും കൂടിയാണ്. ആ രാവണൻ എഴുതിയ ആയുർവേദ ഗ്രന്ഥങ്ങൾ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം
അറിവിൻ്റെ മൂർത്തിമത് ഭാവമായിരുന്നു രാവണൻ. 10 തലയുടെ കപ്പാസിറ്റി ഉണ്ടായിരുന്നു. എന്നാലും ഒരു ദൗർബല്യമുണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ നാശത്തിന് കാരണമായത്. ഇത് തന്നെയാണ് മുരുകൻ്റെ 6 തലയുടെ സന്ദേശം. മുരുകൻ എങ്ങനെയാണ് 6 തലയുണ്ടായത്? ശിക്ഷ, നിരുക്തം, വ്യാകരണം, ചന്ദ്രശാസ്ത്രം, കൽപ്പശാസ്ത്രം, ജ്യോതിഷം. ഇത് പഠിക്കാൻ ആഗ്രഹമുള്ളവര് ആ വിഷയദേവതയായിട്ട് സ്വീകരിക്കേണ്ടത് സുബ്രഹ്മണ്യനെയാണ്. അപ്പൊ സുബ്രഹ്മണ്യനാണ് വേദാംഗങ്ങളുടെ ദേവത. 6 വിഷയങ്ങളുടെ ദേവത സുബ്രഹ്മണ്യനാണ്. അതുകൊണ്ട് സുബ്രഹ്മണ്യന് 6 തലയില്ല. പക്ഷെ 6 വിഷയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന 6 തല നമ്മളുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നതാണ് സുബ്രഹ്മണ്യൻ്റെ അറുമുഖൻ, ഷൺമുഖൻ എന്നെല്ലാം പേരോടുകൂടി നമ്മൾ വിളിക്കാറുള്ളത്. അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. 2 പ്രാവശ്യം നിങ്ങൾ കേൾക്കണം. എന്നിട്ട് മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. ഇതുപോലെയുള്ള സന്ദേശങ്ങൾ കേട്ട് ധാരാളം പേര് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പം അത് അത്യാവശ്യമാണ്. പലരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരവും കൂടി ചേർത്തുകൊണ്ടാണ് ഈ സന്ദേശങ്ങൾ നമ്മൾ വിവരിക്കാറുള്ളത്. നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിനയപുരസ്സരം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു, ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. പ്രണാമം, നമസ്കാരം.